ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തീയതി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുള്ള ഉത്തർപ്രദേശിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ സമാജ്വാദി പാർട്ടിയുടെ അടിത്തറ ഇളക്കിക്കൊണ്ടൊരു വലിയ തിരിച്ചടി അഖിലേഷ് യാദവിന് ലഭിച്ചിരിക്കുന്നു. അഖിലേഷ് യാദവിൻ്റെ ഒപ്പം സമാജ്വാദി പാർട്ടിയുടെ മുൻ MLA-മാരടക്കം അനവധി ജില്ലാ പ്രസിഡന്റുമാരും കൗൺസിലർമാരും കഴിഞ്ഞ ദിവസം BJP-യിൽ ചേർന്നിരിക്കുന്നു. മധുസൂദൻ ശർമ്മ, ജിതേന്ദ്ര വർമ്മ തുടങ്ങിയ MLA-മാരും ഒപ്പം തന്നെ ആഗ്രയിലുള്ള 8 കൗൺസിലർമാരും നിരവധി ജില്ലാ പ്രസിഡന്റുമാരുമാണ് കഴിഞ്ഞ ദിവസം BJP-യിൽ ചേർന്നത്. അതായത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ തന്നെ അവർ BJP-യിലേക്ക് ചേരുകയായിരുന്നു. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ മുൻ MP രാജ് ബബ്ബാറിൻ്റെ അടുത്ത അനുയായികളായ 2 നേതാക്കൾ കോൺഗ്രസിൽ നിന്നും BJP-യിലെത്തുന്നുണ്ട്. BSP-യുടെ ശൈലേന്ദ്ര ജൗൺ ഒരു പ്രമുഖ നേതാവാണ് BSP-യുടെ. ഇവരും ഇപ്പോൾ BJP-യിൽ ചേർന്നത്. അത് ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉത്തർപ്രദേശിൽ നടന്നു വരുന്നത് ചെറുതും വലുതുമായി എല്ലാ പാർട്ടിയുടെ നേതാക്കൾ BJP-യിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ്. സമ്പൂർണ്ണമായ ഒരു ആധിപത്യം. യോഗി പലപ്പോഴായി പറയുന്ന ഒരു കാര്യമുണ്ട്, 80 സീറ്റ് ലോക്സഭാ സീറ്റാണ് UP-യിലുള്ളത്, 80 നേടുമെന്ന് പറയുന്നു. അവസാനം നടന്ന സർവേ ഫലം വ്യക്തമാക്കുന്ന 77 സീറ്റ് BJP നേടുമില്ല, NDA സഖ്യം നേടും. BJP ഒറ്റയ്ക്കല്ല അവിടെ മത്സരിക്കുന്നത്. RLD അടക്കമുള്ള SBSP അടക്കമുള്ള അപ്നാദൾ അടക്കമുള്ള പാർട്ടികളുമായി ചേർന്നിട്ടാണ് അവിടെ മത്സരിക്കുന്നത്. അവിടെ 77 സീറ്റ് വരെ NDAക്ക് ലഭിക്കുമെന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് പോക്കെങ്കിൽ 80 നേടിയാൽ യോഗി പറയുന്ന വാക്ക് അന്വർത്ഥമാക്കിക്കൊണ്ട് BJP അവിടെ മുന്നേറുക തന്നെ ചെയ്യും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.